വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ IG ഓഫീസിന് മുൻപിൽ പോലീസിനെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പോലീസിനെ അടുത്തു. MK രാഘവൻ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്ന് പോലീസ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ IG ഓഫീസിന് മുൻപിൽ പോലീസിനെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പോലീസിനോട് അടുത്തിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് എങ്ങനെയാണ്? സംഘർഷം രൂക്ഷമാകുന്നുണ്ടോ? അരുണിമ, പോലീസിനെതിരെ ശക്തമായൊരു പ്രതിഷേധമാണ് UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും കോഴിക്കോട് ഉത്തരമേഖല IG ഓഫീസിന് മുൻപിൽ ഉണ്ടായത്. വലിയ പോലീസ് സന്നാഹമായിരുന്നു ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ രാവിലെ 10 മണിയോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത്. കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള UDF നേതാക്കളുടെ സാന്നിധ്യത്തിലാണ്, നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നത്. ആദ്യം ഏറെ നേരം ഈ റോഡ് അരികിൽ കുത്തിയിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളികളും മറ്റും നടത്തി. പിന്നീട് ഈ ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായ MK രാഘവൻ MP ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഷാഫി പറമ്പിൽ ഒരു പാർലമെന്റ് അംഗമാണ്. പാർലമെന്റ് അംഗത്തിന് സാധാരണ സുരക്ഷയൊരുക്കേണ്ട സംവിധാനമാണ് പോലീസ് എന്ന് പറയുന്നത്. എന്നാൽ ഷാഫിക്ക് നേരെ അക്രമം നടത്തുന്ന സ്ഥിതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങളുടെ പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടാൽ അത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിയുണ്ട്. ആ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ പരാതി നൽകും. ഷാഫിയെ തൊട്ട പോലീസുകാരെ ഡൽഹിക്ക് വിളിപ്പിക്കും. ക്രിമിനൽ മൈൻഡുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെയെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും MK രാഘവൻ പറയുന്നു. ഒപ്പം തന്നെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് മറച്ചുവെക്കാനാണ് പോലീസ് അക്രമം നടത്തിയത്. പാമ്പിന്റെ വിഷം പുല്ലിലുരച്ചാൽ മാറില്ല, അതുപോലെ അയ്യപ്പന്റെ സ്വർണം കെട്ടത് അക്രമം കൊണ്ട് മറച്ചുവെക്കാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നു. MK രാഘവൻ പറയുന്നു. അയ്യപ്പനെ തൊട്ട് കളിച്ചവർ ആരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് പിന്നാലെയാണ് ഈ UDF പ്രവർത്തകർ പോലീസിന് നേരെ പറഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് MK രാഘവൻ MP തന്നെ ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടെ പോലീസ് ജനക്കൂട്ടം പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തും എന്ന തരത്തിൽ ഒരു ബാനർ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. MK രാഘവൻ MP, T സദീഖ് MLA, ഒപ്പം കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പിന്നീട് ഇപ്പോൾ അവർ കോഴിക്കോട് DCC ഓഫീസിലേക്ക് പ്രകടനമായി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് 3 മണിക്ക് ഇന്നലെ സംഭവം നടന്ന പേരാമ്പ്രയിലാണ് UDFന്റെ വലിയൊരു പ്രതിഷേധ സംഗമം നടക്കുന്നത്. അത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനിടെ തന്നെ ഈ പോലീസിന്റെ വാദം, ഇന്നലെ ഉന്നയിച്ച വാദം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ എല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടുണ്ട്. അത് റൂറൽ SP കെ ബൈജുവിന്റെ റൂറൽ SP കെ ബൈജു ഇന്നലെ പറഞ്ഞത് പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ലാത്തി ചാർജ് നടത്തി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടുള്ളത്. ശരി, വ്യക്തമാണ് റിയാസ്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ IG ഓഫീസിന് മുൻപിൽ പോലീസിനെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. MK രാഘവൻ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് റിയാസ് ആണ്. സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്.
കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ IG ഓഫീസിന് മുൻപിൽ പോലീസിന് നേരെ പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പോലീസിന് നേരെ അടുക്കുകയാണ്. MK രാഘവൻ MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്.